നമസ്കാരം ബാബുചേട്ടാ. നമസ്കാരം. അടിവാരത്തിൽ നിന്നുമാണോ വരുന്നത്? അതെ, അടിവാരം. ഓക്കെ, എന്നാണ്ട് വിശേഷം? നല്ല വിശേഷം. അവിടെ തണുപ്പാണോ ചൂടാണോ മഴയുണ്ടോ? എല്ലാം ഉണ്ട്. എന്ത് ചെയ്യാണ്? ഞാന് ബിൽഡിങ്ങിന്റെ വർക്കാണ്. ബിൽഡിങ്ങിന്റെ വർക്കാണ്. ശരി, അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് പെർഫോം ചെയ്യാൻ പോകുന്നത്? ഇവിടെ നമ്മള് കുറച്ച് സ്റ്റാർസിന്റെ ശബ്ദമാണ് ചെയ്യുന്നത്. പിന്നെ അതില് 2-3 പിന്നെ രാഷ്ട്രീയ നേതാക്കന്മാരും ബാക്കി സ്റ്റാർസ്. പെർഫോമൻസ് അപ്പൊ നമുക്ക് കാണാം അല്ലേ? ശരി, തുടങ്ങിയോ ചേട്ടാ. ആദ്യമായിട്ട് നമ്മുടെ മലയാള സിനിമയിലെ മധു സാറിനെയാണ് ചെയ്യാൻ പോകുന്നത്. രാമകൃഷ്ണൻ ഈ കോടതിയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് കേൾക്കാം. എല്ലാ പുഴയിടത്തിലും ഒരു നിധി ഒളിഞ്ഞിരിക്കൊണ്ടത് പറഞ്ഞു കേൾക്കാറുണ്ട്. അർഹതപ്പെട്ടവൻ്റെ മുന്നിൽ അർഹതപ്പെട്ട സമയത്ത് ആ നദി തെളിഞ്ഞു വരുമെന്ന്. രാമകൃഷ്ണൻ്റെ മുന്നിൽ ഇപ്പോൾ തെളിഞ്ഞ നിധി രാമകൃഷ്ണൻ്റെ ചേട്ടനാണ്. ഇനിയെങ്കിലും സ്വന്തം ചേട്ടനെ മനസ്സിലാക്കി ചേട്ടൻ പറയുന്നതനുസരിച്ച് ചേട്ടൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ പഠിക്കണം. സൂപ്പർ സൂപ്പർ. ഓക്കെ, നമുക്കിനി ആരുടെ വോയിസ് ആണ് അടുത്ത കേൾക്കാൻ പറ്റുന്നത്? അടുത്തതായിട്ട് നമ്മളെ രാഷ്ട്രീയ നേതാവ് മുസ്ലിം ലീഗിന്റെ സമുന്നത നേതാവായ ശ്രീ കുഞ്ഞാലിക്കുട്ടി സാർ. ശരി, കുഞ്ഞാലിക്കുട്ടി സാറിന്റെ വോയിസ് ആണ് ഇനി. മലപ്പുറത്ത് ഞങ്ങൾ വിജയിക്കുന്നുണ്ടല്ലോ. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിച്ചിട്ടുണ്ട്. അതിന് മുമ്പത്തെ MP തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിച്ചിട്ടുണ്ട്. ജയിക്കുന്ന ഞങ്ങൾ ചിരിക്കല്ലോ. ചിരിക്കുമ്പോൾ പല പല പ്രശ്നങ്ങൾ അങ്ങനെ അതൊന്നും ഒരു വിഷയം ആക്കേണ്ട വിഷയമല്ല. ഞങ്ങൾക്ക് മുസ്ലിം ലീഗിനകത്ത് അങ്ങനെ ഒരു വിഷയമല്ല. നോ 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 അങ്ങനെ ഒരു വിഷയം തന്നെ ഉദിക്കുന്നുള്ളതാണ് സത്യം. നൈസ് നൈസ്. ഓക്കെ, ഇനി അടുത്ത ആരുടെ? നമ്മുടെ മലയാള സിനിമാ ലോകത്തിലെ വയസ്സൻ കഥാപാത്രത്തിൽ ചെയ്യുന്ന ശ്രീ KTS പടന്നയിൽ എന്ന് പറഞ്ഞു. ഓക്കെ, ഉണ്ടാകും. പെണ്ണുങ്ങളാകുമ്പോൾ ചില ഇളക്കങ്ങളൊക്കെ ഉണ്ടാകും. എൻ്റെ ചെറുപ്പകാലത്ത് നിങ്ങളുടെ മുത്തശ്ശിക്കുണ്ടായ ഒരിളക്കം, വേലക്കാരത്തി ചെല്ലമ്മയ്ക്കുണ്ടായ ഒരിളക്കം, പിന്നെ അയൽവക്കത്തിലെ ചില പെണ്ണുങ്ങൾക്കൊക്കെ ഉണ്ടായ ചില ഇളക്കങ്ങൾ എല്ലാം തീർത്തത് ഈ മുത്തശ്ശനാ. ആളുകളാകുമ്പോൾ കുറച്ച് തന്റേടമൊക്കെ വേണം. അതിന് കുറച്ച് അശുഗന്ധാതി ലേഖം വാങ്ങി കഴിക്കാം. കൊള്ളാം മുത്തച്ഛ, സൂപ്പർ. ഓക്കെ, ഇനി എന്താണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്? ഇനി അടുത്തത് നമ്മളെ രാഷ്ട്രീയ നേതാവിനെ PC ജോർജിന്റെ സാറിന്റെ PC ജോർജ് സാറിന്റെ വോയിസ് ആണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. അത് പല വട്ടം ഇവരോട് പറഞ്ഞു കേട്ടോ. സത്യം പറഞ്ഞാല് നിങ്ങൾ ഇവർക്കിത് മനസ്സിലായില്ല തോന്നുന്നത്. എലീനൊക്കെ അറിയോ, ഞാൻ ഈ കേരളത്തിലെ സ്ത്രീകളെ കുറിച്ച് അവിക്കാതെ പറഞ്ഞതും പറയും എന്തെല്ലാം പ്രശ്നങ്ങളാണ്. ഞാനെല്ലാം മുഖത്ത് നോക്കി പറയുന്ന ഒരു വ്യക്തി കേട്ടോ. എലീന സുന്ദരിയാന്ന് പറഞ്ഞാലേ തെറ്റു കേട്ടോ അതിന് ഇല്ല. മറ്റുള്ള സ്ത്രീകളെ കേരളത്തിലെ സ്ത്രീകൾ പിന്നെ സുന്ദരികളല്ലാതാണോ അതിൻ്റെ അർത്ഥം? ഇതെല്ലാം എൻ്റെ വായിൽ നല്ല പൊളിച്ച തെറിയാട്ടോ അത്. എൻ്റെ ഭാഷയിൽ പറഞ്ഞാലേ ഇവരൊക്കെ നല്ല പെടയാ കൊടുക്കട്ടത് കേട്ടോ. സൂപ്പർ സൂപ്പർ. നൈസ് നൈസ്. ഇനി അടുത്തത് ആരുടെ? അടുത്തായിട്ട് നമ്മളെ ആശയ സമ്രാട്ട് ശ്രീ കുതിരവട്ടം പപ്പു, ഞങ്ങളെ നാട്ടിലെ പപ്പുചേട്ടന്റെ വോയിസ് ആണ് സിനിമയിലെ. ഓക്കെ, കേൾക്കാം. ആഫ്രിക്കയിൽ നിന്ന് ഒരു പാമ്പിൻ്റെ ഡോക്ടർ വന്നെന്ന് പറഞ്ഞ്, അല്ല അമേരിക്കയിൽ നിന്ന് ഒരു ബ്രാൻഡിൻ്റെ ഡോക്ടർ വന്നെന്ന് പറഞ്ഞ് ഒന്ന് കണ്ടു കളിയാമെന്ന് കരുതി നമ്മുടെ ദാസപ്പൻ കുട്ടിയൊക്കെ പറയാമെന്ന്. എൻ്റെ പെരുമാറ്റത്തിന് എന്തൊക്കെയോ ഒരു തകരാറുണ്ട്. ഡോക്ടർ ഒന്ന് നോക്കി, എനിക്ക് എന്തെങ്കിലും തകരാറുണ്ടോ ഒന്ന് നോക്കി. ഇനി ആരും ഇതുവരെ കഴിഞ്ഞേക്കാണ്. കഴിഞ്ഞോ? ഒരാളെ കൂടി ഇല്ലേ? കഴിഞ്ഞു. ജനാർദ്ദൻ ചേട്ടന്റെ ശബ്ദമുണ്ട്. ജനാർദ്ദൻ ചേട്ടന്റെ പഴയ കാല വോയിസ് ഒന്ന് ചെയ്യാൻ ഞാൻ. പഴയ കാലത്തെ വോയിസ്. പ്രവൃത്തിയോടുകൂടാ കൃഷ്ണേട്ടാ, ഇവരോടൊക്കെ നാലക്ഷരം പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എത്ര നമ്മൾ ആളുകൾ അത് പറഞ്ഞ് മുഖത്ത് വീശയും വെച്ച് നടക്കുന്നത് എല്ലാം അവസാനിപ്പിച്ചു. ഇവരൊക്കെ വെറും പന്നയാ പന്ന. സൂപ്പർ ബാബുചേട്ടാ, നന്നായിട്ടുണ്ടായിരുന്നു. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നമുക്ക് നമ്മുടെ മാസ്റ്റേഴ്സിനോട് തന്നെ ചൂടോടെ അങ്ങ് ചോദിച്ചാൽ ഓക്കെ. ഇക്ക, പണ്ട് കളമശ്ശേരി പ്രീതി എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററില്ലേ, അവിടെ ഞങ്ങൾ ചിലപ്പോൾ ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ മാറ്റിനി നടന്നുകൊണ്ടിരിക്കും. നേരത്തെ ചെല്ലുമല്ലോ, ഇപ്പോഴത്തെ പോലെ ഒന്നുമല്ല, ഒന്ന് ആവേശമാണല്ലോ തിയേറ്ററിൽ കുറേ നേരത്തെ തന്നെ. അപ്പോൾ ഈ പടം തീർന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ ജനാർദ്ദൻ ചേട്ടൻ്റെ ശബ്ദം വെളിയിൽ കേൾക്കാൻ പറ്റും, ഓലക്കോട്ടയുടെ പുറത്ത്. അങ്ങനെയുള്ള ആ കറക്റ്റ് ടോണാണ് ഇപ്പോൾ കേട്ടത്. പിന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ശബ്ദം അത് ഓക്കെയാണ്. പപ്പുവേട്ടനൊക്കെ പിന്നെ നിങ്ങളുടെ നാട്ടുകാരെ നിങ്ങളുടെ ശൈലി അല്ലേ? ഇത് എത്ര വർഷമായി തുടങ്ങിയിട്ട് ഇങ്ങനെ ഈ മിമിക്രി? ഞാൻ ഒരു 10-25-30 വർഷത്തോളമായി. എന്നിട്ട് നമ്മൾ അത് അന്നൊരു ട്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോയപ്പോൾ പിന്നെ അതെല്ലാം വിട്ട് അങ്ങ് പോയി. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും ആർട്ടിസ്റ്റുകളൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുന്ന കഴിവുള്ള കുറേ കലാകാരന്മാർ ഇങ്ങനെ മുങ്ങിക്കിടക്കുന്നത്. ശരിക്ക് വിചാരിച്ചിരുന്നത് എന്തറിയോ,
ഇവിടെ പലപ്പോഴും പല മിമിക്രി വേദികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പല ചാനലുകളുടെ വേദി നമ്മൾ റിമോട്ടിൽ ഇങ്ങനെ സെർച്ച് ചെയ്യാൻ നേരത്ത് അപ്പോഴൊക്കെ കണ്ടിരിക്കുന്ന മുഖങ്ങളെല്ലാം ഒരേ മുഖങ്ങളാണ് കാണുന്നത്. കോമഡി മാസ്റ്റേഴ്സിൽ വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ ഇരിക്കുന്ന വേദിയിൽ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് അഭിമാനത്തോടു കൂടി വേറെ കാര്യം പറയാം. ഞങ്ങൾ മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. അതിൻ്റെ പ്രസിഡൻറ്റിൻ്റെ സ്ഥാനത്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ എക്സിക്യൂട്ടീവ് ഭാരവാഹി ആണ് അജയ്. അപ്പോൾ ഞങ്ങളുടെ ഒരു കൂട്ടായ്മയിൽ നമ്മൾ പലപ്പോഴും നമ്മൾക്ക് പല മെമ്പർഷിപ്പിൻ്റെ കാര്യങ്ങൾ ചോദിച്ചിട്ടൊക്കെ പലവരുടെയും ഇത് വരാറുണ്ട്. അപ്പോൾ അറിയില്ല എന്ന് പറയുന്നതിനേക്കാൾ ഇവരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഞങ്ങളുടെ പ്രോഗ്രാമിൽ കോമഡി മാസ്റ്റേഴ്സിൽ ഇദ്ദേഹം വന്നിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു വേദിയാണ് ഇപ്പോൾ നിങ്ങൾ തന്നത്. താങ്ക് യു സോ മച്ച്. പക്രു ചേട്ടാ, ബാബു അടിവാരം അടിച്ച് പൊളിച്ച് കളഞ്ഞു. ചെയ്ത താരങ്ങളെല്ലാം നന്നായി. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ കുറേ കാലം കുറേ സ്ഥലങ്ങളിൽ കല അവതരിപ്പിച്ച് അതിനുശേഷം പിന്നീട് ഈ പറഞ്ഞ പോലെ തന്നെ ഈ ടെലിവിഷനിലൂടെയൊക്കെ വരുമ്പോഴാണ് കുറച്ചുകൂടി നമ്മൾ അറിയപ്പെടുന്നത്. അല്ലേ? ഇത്രയും വർഷമായി 10-27 വർഷമായി മിമിക്രി കൊണ്ട് ട്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു. കൂട്ടുകാരെല്ലാവരും പോയി. അപ്പോഴും അങ്ങ് ഈ മേഖലയിൽ അങ്ങനെ നിൽക്കുകയാണ്. അത് ഇതിനോടുള്ളൊരു വലിയൊരു സ്നേഹമാണ്. ആ സ്നേഹം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു തികഞ്ഞ കലാകാരനാണ്. ഈ കൂട്ടുകാരെല്ലാം തിരിച്ചു വരട്ടെ, നല്ല ട്രൂപ്പ് ആവട്ടെ, ഗംഭീര പെർഫോമൻസുമായിട്ട് മുന്നോട്ട് പോട്ടെ. ഞാൻ പറഞ്ഞ നിങ്ങളൊക്കെ വരികയാണെങ്കിൽ ഭാഗ്യവാന്മാരാണ്. കാരണം എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ മിമിക്രി ചെയ്യുന്ന ആളായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ. അപ്പോൾ യൂത്ത് ഹോസ്റ്റലിന് മാത്രമാണ് ഇതൊരു അവസരം കിട്ടും. പിന്നെ എനിക്കിതൊരു വിഷമമായിട്ട് തോന്നിയൊരു കാലഘട്ടം വന്നു. അതായത് 73 to 75 അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച് പാസ്സായിട്ട് സ്വാമിയേട്ടനായിട്ട് പരിചയപ്പെട്ടതിന് ശേഷം സോമേട്ടൻ ഭയങ്കര ഹീറോ ആയല്ലോ സംഭവം. ഹീറോ ആയ സമയത്ത് നീ ഇവിടെ വടാ എന്നൊരു വണ്ടി കയറിയിട്ട് ഏതെങ്കിലും ഒരു DOS വരെ വീട്ടിൽ പോകും. അവിടെ കൂടുന്ന സമയം നീ എന്നാ മതിച്ചേട്ടനെ കാണിച്ചേട്ടെ. ഞാൻ രാത്രി 11 മണിക്ക് കല്യാണം കഴിഞ്ഞ് കറുത്തമ്മ ഞാൻ അഭിനയിക്കുന്നു, നീ അടൂർ വാസി ഒന്ന് കാണിച്ചേട്ടാ എന്ന് പറഞ്ഞ് എനിക്ക് അവതരിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് പോകുമ്പോൾ വേറൊരു വീട്ടിൽ കയറുന്നു. പോലീസ് ഓഫീസേഴ്സിനൊക്കെ പരിചയമുണ്ട്. എവിടെയൊക്കെ പോകും അവിടെയൊക്കെ. എന്നിട്ട് ഇതുപോലെ തെറ്റിച്ചെല്ലുമ്പോൾ മതിച്ചേട്ടാ ചേട്ടാ നന്നായിട്ട് കാണിക്കും, ഒന്ന് കാണിക്കും. മധുസാറിന് മുമ്പ് ഞാൻ കാണിച്ചാൽ പുള്ളി പല്ലി അടിച്ചോണ്ടിരിക്കുന്നുണ്ട്. സാറിന് അങ്ങനെ ഇഷ്ടമൊന്നുമല്ല അങ്ങനെ. അത് എനിക്ക് നോക്കിയപ്പോൾ എനിക്കൊരു വിഷമമില്ല. ഞാൻ സിനിമ അവന് നിർത്തിയാലേ ഈ മിമിക്രി ഇങ്ങനെ ഓരോ വീടുകളിൽ കാണിച്ച എൻ്റെ ജീവിതം കോഞ്ഞാട്ടായെന്ന് വിചാരിച്ചു. പപ്പുവേട്ടനൊക്കെ അസാധ്യമായിട്ടുണ്ട് കേട്ടോ. പപ്പുവേട്ടൊക്കെ നമ്മൾ ഒരുപാട് പടങ്ങൾ സഹകരിക്കുമ്പോൾ ഇതാണ് പപ്പുവേട്ടൻ. അതുപോലെ തന്നെ വളരെ കുറച്ച് ആൾക്കാർ ചെയ്യുന്നതാണ്, നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തതാണ് നമ്മുടെ PC ജോർജ്. കറക്റ്റാ. അപ്പൊ എന്തായാലും നമുക്കേ ഇത്രയൊക്കെ നല്ല കാര്യങ്ങളാണ് ഇവിടുന്ന് കേട്ടത്. ഒരു ചെറിയ പണി, എന്നെ സുന്ദരി എന്ന് പറയുമ്പോൾ ഞാൻ തിരിച്ചൊരു പണിയും കൂടെ തരണ്ടേ. അയ്യോ പാവം ബാജേട്ടാ, ഒന്നുമില്ല, ഒരു താരത്തിരുമറിയാണേ. നമുക്കൊരു മൂവിയിലെ ഡയലോഗ് അറിയാലോ. മൂവിയിലെ ഡയലോഗ് നമ്മളിവിടെ കേൾപ്പിക്കും, വേറൊരു വോയിസിൽ അത് ചെയ്യണം. ഓക്കെ, നമുക്ക് മൂവിയിലെ ഡയലോഗ് കേൾക്കാം. ഇതാരാമോനെ ദിനേശായി എരപ്പാളത്തിലോ കാണിച്ച് നീയാ? ഞാൻ പറഞ്ഞിട്ട് അവന്മാർ ഇത് ചെയ്തു. ഏത് നായന്റെ മോൻ പറഞ്ഞിട്ട് ചെയ്തതായാലും വേണ്ടില്ല, ഈ സാധനമൊക്കെ കെട്ടിപ്പൊതിഞ്ഞ് പൂവള്ളിയില് എന്റെ തറവാട് അത് അവിടെ എത്തിക്കണം. ഡയലോഗ് കേട്ടില്ലേ? നല്ല പവർഫുൾ ഡയലോഗ്. ഇത് ആരുടെ വോയിസിൽ എടുക്കണേന്ന് ചോദിച്ചാൽ കൊച്ചു പ്രേമൻ ചേട്ടന്റെ വോയിസിൽ. ഓക്കെ. അപ്പോഴേ ആര് പറഞ്ഞിട്ടാ പണിത്തുരൊക്കെ കഴിച്ചത്? ഞാൻ പറഞ്ഞിട്ടാ. ഏത് നൈറ്റ് പറഞ്ഞിട്ടായാലും വേണ്ടില്ല. പൊട്ടിയത് ചളിഞ്ഞതൊക്കെ മാറ്റിയിട്ട് പകല് പൂവള്ളിയിലെത്താൻ പുതിയതായിരിക്കണം എൻ്റെ തറവാടാണ്. അതിപ്പോൾ മീൻകറി വെക്കുന്ന ചട്ടിയാണെങ്കിൽ പോലെ. പിന്നെ നിങ്ങൾ ആരെ എവിടെ നിന്ന് ഇറക്കി വിട്ടതെന്ന് അറിയാൻ പറ്റും. എൻ്റെ പെങ്ങളെ, ഇത് ചൂട് എൻ്റെ പെങ്ങളെ. ഇടഞ്ഞ കൊമ്പൻ്റെ കൃഷ്ണമണിക്ക് തോറ്റ് കയറ്റി കളിക്കരുത് കേട്ടോട്ടെ മഴ ദിനേശ. അയ്യോ സൂപ്പർ. കലക്കി.